തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്നിടക്കിടക്ക് പാട്ട് പാടിക്കൊടുക്കുന്നത് എപ്പോഴും നീ മരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ചെറിയ അസുഖത്തിനും വലിയ ഡോക്ടറെ അടുത്ത് പോകണം എന്നാണ് പ്രേരിപ്പിക്കാനായി ഇതെല്ലാം പാടിക്കൊടുക്കുന്നത്. നമ്മൾ ഈ മരണം വരുമ്പോൾ വരട്ടെന്ന്, അപ്പൊ അന്നേരം മരിച്ചാൽ മതി. മരണം വരുമ്പോൾ മരിച്ചാൽ മതി, അല്ലാതെ എല്ലാ ദിവസവും മരിക്കുമല്ലോ. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടണം തിരുവയ്ക്കമ്പാഴും ശിവശംഭോ. അങ്ങോട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുക. എന്നാ പിന്നെ ഇങ്ങ് വരണോ ചേട്ടാ? അങ്ങ് പോകാനാ പിന്നെ ഇങ്ങ് വരണോ? അവിടെ നിന്നാ പോരെ. പോകണ്ടതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട, അത് പോകേണ്ട സമയത്ത് പോയിക്കോളും. മനസ്സിലായോ? നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രകൃതി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക, അതൊന്ന് ചിരിക്കുക എന്നതാണ്. സ്മൈൽ, പുഞ്ചിരിക്കൂ. പക്ഷിമൃഗാദികൾക്കൊന്നും പുഞ്ചിരിക്കാൻ അറിയില്ല. ആകെ ചിരിക്കാൻ അറിയുന്ന ഒരു ജീവി കഴുതയാണ്. അത് പക്ഷെ ചിരിയല്ല, ഇലിയാണ്. അത് സന്തോഷം കൊണ്ട് ചെയ്യുന്നതല്ല, അതിൻ്റെ സ്വഭാവ വൈകൃതം പ്രകടിപ്പിക്കുന്നതാണ് ഇളിക്കുന്നത്, അല്ലാതെ സന്തോഷമല്ല. അത് സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് ചിരിക്കാൻ നമുക്കേ കഴിയും. മധുരിപു ഭഗവാൻ മാനസമുരളിയെ ഒരാനന്ദം ഉണ്ടാകുന്നു അല്ലേ? അവനില്ലാതെ ഞാനില്ല എന്നെൻ്റെ കണ്ണൻ്റെ കാതിൽ നീ ചൊല്ലുമോ, പരിഭവം പറയുമോ എന്ന് പാടുമ്പോ, നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതെടുത്തു വച്ചു, എൻ്റെ നെഞ്ചിലെടുത്തു വച്ചു എന്ന് പാടുമ്പോ, അല്ലെങ്കിൽ ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം ചന്ദനലതയിൽ അധോമുഖ ശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലെ ചെറിയൊരു പനിനീരലർച്ചൂടിയ നിൻ ചിഗുരഭരം എന്ന് ചങ്ങമ്പുഴയുടെ മനസ്സിനി പാടുമ്പോ ഉണ്ടാകുന്ന ഒരു പുഞ്ചിരി, അതാണ് സ്മൈൽ. ഓ ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറ, ഹൃദയം തുറന്ന് ചിരിക്ക്, ഹൃദയം തുറക്ക്. ഈ ഹൃദയം തുറക്കാത്ത കൊണ്ടാ എല്ലാത്തിനും ടക്ക് എന്ന് പറഞ്ഞ് പൊട്ടിപ്പോകുന്നത്. ഈ തുറക്കുകയും അടക്കുകയും ചെയ്യാതെ വാതിൽ എപ്പോൾ അടച്ചു വെച്ചാൽ പിന്നെ തുറക്കൽ പണിയാ, തമ്പിച്ചു പോവും. എല്ലാ ദിവസവും രാവിലെ എണീറ്റാ മുന്നിലത്തെ വാതിൽ തുറക്കണ്ടേ? തുറക്കുക അടക്കുകയും വേണം. വാതിൽ ഉണ്ടാക്കിയത് തുറന്നു വെക്കാനാ അടച്ചു വെക്കാനാന്ന് ധരിച്ചു പോയി കുറേ പൊട്ടന്മാർ നമ്മളെ കേരളത്തിൽ. എല്ലാ വീടും വാതിൽ അടച്ചു വെക്കും. ഒരിക്കലും തുറക്കാത്ത വാതിൽ പിന്നെ വാതിൽ വേണോ? ചുമര് വെച്ച് മുട്ടിച്ചാൽ പോരെ.